ദൈവം നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യരുത്, അടുത്തൊരു സിനിമ എനിക്ക് എഴുതിയില്ല സ്വാമി. ദൈവത്തെ വിചാരിച്ച് അതിനെ കൊണ്ട് സ്വാമിയെ പ്രേരിപ്പിക്കല്ലേ. അദ്ദേഹം ചോദിച്ച ഈ സ്വാമിയുടെ പടം കാണാൻ പോകുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും എന്ന് പൊതുവെ സ്വാമി ഒരു മോശം സിനിമ ചെയ്യത്തില്ലെന്നുള്ള അറിവോടും കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് ത്രില്ലുണ്ട്, ശ്രദ്ധിച്ച് കാണാം. ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്തൊരു സംവിധാനമാണ് സ്വാമിയുടെ സ്ക്രിപ്റ്റിലും അല്ലാതെ. അതിനകത്ത് പല സീക്വൻസുകളും ഒരു 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 മൊമെൻ്ററി ത്രില്ലുണ്ടാക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് കാണാം. അതായത് പല കാര്യം ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്ന സമയങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പോൾ ആദ്യം ആ സ്വാമി തുടക്കത്തിൽ ആ ഏടെടുക്കാൻ പോകുന്നിടത്തെ ആ ഒരു ത്രില്ല് അത് മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് അവരെല്ലാം അഭിനയിച്ചവരില്ല. പിന്നെ വേറെ ചില കുഴപ്പങ്ങൾ ഞാൻ പിന്നെ സ്വാമിയോട് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതൊക്കെ ഒരു ത്രില്ലിംഗ് മൂഡിലാണ് സ്വാമി എടുത്തിരിക്കുന്നത് പലതും. പിന്നെ ഈ ഫ്ലാഷ് കട്ട് അതിനകത്ത്, അതായത് പല സംഭവങ്ങളും ആ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ സ്വാമി ഫ്ലാഷ് കട്ടിലൂടെ വേറെ രീതിയിൽ അത് ട്രീറ്റ് ചെയ്തിരിക്കും. അതൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വാമിയുടെ ഒരു 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 കുസൃതിയല്ല ഒരു കഴിവ് ഇതിനകത്ത് സ്വാമി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സീക്വൻസുകളും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ അതിന് വളരെ ത്രില്ലുള്ള ഒരുപാട് സീക്വൻസുകൾ അതിനകത്ത്. പിന്നെ അടുത്തത് ഈ ഇപ്പം ചോദിച്ചില്ലേ ധ്യാനെ വെച്ചാണോ സ്വാമി ഈ സിനിമ എടുത്തത്, ധ്യാൻ തന്നെ ആണോ സ്വാമിക്ക് വേണ്ടത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കിട്ടത്തില്ലയോ എന്നൊക്കെ ചോദിച്ചില്ലേ. അത് സ്വാമിയുടെ ഒരു തീരുമാനമാണ്. കാര്യം സ്വാമി ഒരു പക്ഷേ ഒരു പടം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ എല്ലാം ഡേറ്റ് കൊടുക്കും സ്വാമിക്ക്. കാര്യം സ്വാമിയുടെ സ്ക്രിപ്റ്റിലൂടെയാണല്ലോ ഒരുപാട് സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് പോകാതെ സ്വാമി ഇങ്ങനൊരു കാര്യത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അതിനെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത്, അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. കാര്യം എസ് എൻ സ്വാമിയെ പോലൊരു സീനിയർ റൈറ്റർ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ കൺവെൻഷണൽ സ്റ്റൈൽ മാറ്റിയിട്ട് അദ്ദേഹം ഒരു കാര്യത്തിൽ ഇറങ്ങി അതിനെ അഭിനന്ദിക്കാതെ സിനിമ കാണാതെ ഇത് റിവ്യൂ എഴുതുന്നവരോട് എന്താ ഞങ്ങൾ പറയേണ്ടത്? സഹതാപം മാത്രം. ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോട്ടെന്നുള്ള കാര്യമാണ്. കാര്യം ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് നിർമ്മാതാക്കളെ ഞങ്ങളൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി സിനിമ ചെയ്ത ആൾക്കാരാണ്. ഞാനും സ്വാമി, സുരേഷ് കുമാറിൻ്റെ സിനിമകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം. അന്ന് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാന്യമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ചെയ്യുന്ന എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ദയനീയമായിട്ട് അവരോട് ചോദിക്കും, എന്തിനീ ചെയ്യുന്നു മാത്രമേ ചോദിക്കുന്നു. അതാണ് എനിക്ക് യൂട്യൂബർമാരെ പറ്റിയുള്ള അഭിപ്രായം. അടുത്തത് ഈ 20ാം നൂറ്റാണ്ട് മൂന്നാം പറയൊക്കെ പറഞ്ഞില്ലേ, അതിൽ ചിലത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഉള്ള ഒരു ആലോചനയിലിരിക്കുകയാണ്. അതിൽ ഈ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകൾ ഇതിൽ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. എൻ്റെ സൗണ്ട് ഐറ്റി ഉണ്ടാവണം, എൻ്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ആലോചിക്കാവുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമയുണ്ട്. സ്വാമിയും ജോഷിയും കൂടെ ചെയ്ത സിനിമയുണ്ട്, സ്വാമിയും ഷാജി കൈലാസും കൂടെ ചെയ്ത സിനിമയുണ്ട്. അങ്ങനെയൊക്കെ സ്വാമിയുടെ സിനിമയുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ മമ്മൂട്ടിയും മോഹൻലാലിനെയും വിളിക്കാൻ ചെന്നു. ദൈവം നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യരുത്, അടുത്തൊരു സിനിമ എനിക്ക് എഴുതിയില്ല സ്വാമി. ദൈവത്തെ വിചാരിച്ച് അതിനെ കൊണ്ട് സ്വാമിയെ പ്രേരിപ്പിക്കല്ലേ. എനിക്കൊരു സിനിമ തരാമെന്ന് സ്വാമി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തൽക്കാലം സ്വാമി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്താൽ മതി, വെച്ചിട്ട് ഓക്കെ.